Hello guys, welcome back to Rose's Happy Place. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്നായിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ ഒരു രണ്ട് സാരി ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത രണ്ട് സാരിയുടെ സ്റ്റോറി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുവാണ്. അതായത് എങ്ങനെയാണ് ഞാനത് ഡിസൈൻ ചെയ്ത ഒരു സാരിയിൽ എത്തിച്ചെന്ന് ഉള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷനും ഒപ്പം കുറച്ച് ടിപ്സും നിങ്ങൾ സാരി ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സും പിന്നെ ഒപ്പം തന്നെ രണ്ട് സാരി എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ രണ്ട് സാരിയും തമ്മിൽ കുറച്ച് സിമിലാരിറ്റീസും ഉണ്ട് കുറച്ച് ഡിഫറൻസസും ഉണ്ട്. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസണും കൂടിയാണ് ഈ വീഡിയോ. അപ്പൊ ഇത് ഒരു സാരി ഡിസൈനിങ് സ്റ്റോറിന്നോ അല്ലെങ്കിൽ സാരി ഡിസൈനിങ് ടിപ്സ് എന്നൊക്കെ നിങ്ങൾക്ക് വിളിക്കാം. ഐ വുഡ് കോൾ ഇറ്റ് എ സാരി ഡിസൈനിങ് സ്റ്റോറി. സോ നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ ഈ രണ്ട് സാരീസും കാണാം, അതിന്റെ സ്റ്റോറിയും കേൾക്കാം. ആണ് എന്റെ ഫസ്റ്റ് സാരി. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന രണ്ട് സാരീസും ഓർഗൻസ സാരീസ് ആണ്. അപ്പോൾ ഇത് ഒരു പീച്ച് ഷെയ്ഡിലുള്ള ഓർഗൻസ സാരിയാണ്. ഇത് ഞാൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തതെന്നുള്ള സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു പ്രാവശ്യം ഡൽഹിയിൽ ഷോപ്പിങ്ങിന് പോയപ്പം ഞാൻ ഈ തുണി കണ്ടു. ഇതൊരു പീച്ച് പ്യോർ സിൽക്ക് അല്ല, ചന്തേരി പോലത്തെ ഒരു സിൽക്കില് ചെറിയ ബ്രൊക്കേഡ് വീവ്സ് ഉള്ളതാണ്, ലൈക്ക് ലൈറ്റ് ഗോൾഡ് ബ്രൊക്കേഡ് വീവ്സ് ഉള്ളതാണ്. ആൻഡ് എനിക്ക് ഭയങ്കര അൺയൂഷ്വൽ അല്ല ഈ തുണി, പക്ഷെ ഫോർ സം റീസൺ ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഇറ്റ്. സോ ഞാൻ ഓർത്തു ഒരു മീറ്റർ എടുത്തു വെക്കാം, എന്തെങ്കിലും ഇൻ ഫ്യൂച്ചർ ചെയ്യാം എന്ന് വിചാരിച്ചു. എന്നിട്ട് അന്ന് ഞാൻ ഇതൊരു മീറ്റർ ഞാൻ വാങ്ങിച്ച് വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ എപ്പോഴോ ബാംഗ്ലൂർ പോയപ്പം ഞാൻ ഓർത്തു ഇതിന് മാച്ച് ചെയ്ത് എനിക്കൊരു ഓർഗൻസ സാരി ഡൈ ചെയ്താൽ എന്താന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ തുണി കൊടുത്ത് ഡൈ ചെയ്യിപ്പിച്ചെടുത്ത ഫാബ്രിക്കാണ് ഈ ഓർഗൻസ. ഇത് 4x4 ഓർഗൻസയാണ്. 4x4 എന്നുള്ളത് അതിന്റെ യാൺ കൗണ്ട് ആണ്. അപ്പം ഓബ്വിയസ്ലി എന്നാൽ ഇതൊരു സിമ്പിൾ തുണിയാണ്. അപ്പൊ എനിക്ക് ഈ സാരിയും സിമ്പിൾ ആയിട്ട് വെക്കണമായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇതിൽ ലൈറ്റ് ഗോൾഡ് ആണ് വീവ് വന്നേക്കുന്നത്. അങ്ങനെ ഞാൻ എന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഈ ലൈറ്റ് ഗോൾഡ് സീക്വൻസ് വെച്ചിട്ട് ഇങ്ങനെ രണ്ട് ലെയർ ഓഫ് സ്കോളപ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഒരു ലൈൻ ഓഫ് സറി സ്കാലപ്പ് ചെയ്ത് പിന്നെ രണ്ട് സീക്വൻസ് സ്കാലപ്സ്, രണ്ട് ലൈൻ സീക്വൻസ് സ്കാലപ്സും ആണ് ഞാൻ ചെയ്തേക്കുന്നത്. സിമ്പിൾ ആണ്, എലഗന്റ് ആണ്, സച്ച് എ പ്രിറ്റി കളർ, എല്ലാവർക്കും ചേരുന്ന ഒരു കളറും കൂടിയാണിത്. സോ ഇതാണ് ഇതിന്റെ എഡ്ജസ്. ഇതിങ്ങനെ ഓൾ ഓവർ എഡ്ജസ് വന്നിട്ടുണ്ട്. ആൻഡ് പല്ലുവിലോട്ടും ഇത് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ദ സാരി. വളരെ സിമ്പിൾ ആണ്. സോ ഞാൻ ഇത് സോസ് ചെയ്ത രീതിയാണ്. ഫസ്റ്റ് എനിക്ക് ബ്ലൗസ് ആണ് കിട്ടിയത്. സോ വാട്ട് ഐ വുഡ് സജസ്റ്റ് ഇസ് വെൻ യു ഫൈൻഡ് സംതിങ് ഇൻട്രസ്റ്റിംഗ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും, ഇതും ഈ സീക്വൻസും ഞാൻ അങ്ങനെ എപ്പോഴും സോസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഐ ലൈക്ക് ദ കളർ ആൻഡ് ദ ഷേപ്പ് ആൻഡ് ദ സൈസ് ഓഫ് ഇറ്റ്. ഐ പിക്ഡ് ഇറ്റ് അപ്പ്. അങ്ങനെ ഞാൻ പല പല സ്റ്റേജസിൽ സോസ് ചെയ്ത് വെച്ചത് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ നല്ലൊരു പ്രിറ്റി എലഗന്റ് സാരി നമുക്ക് കിട്ടും. സോ ദിസ് ഇസ് വൺ ടിപ്പ് ദാറ്റ് യു ക്യാൻ ഫോളോ. പിന്നെ ഇതിലെനിക്ക് പറയാനുള്ളത്, സിൻസ് ദിസ് ഇസ് എ വോം കളർ, ഈ പീച്ച് എന്ന് പറയുന്നത് ഒരു വോം കളറാണ്. നമുക്ക് കളേഴ്സിനെ ബേസിക് ആയിട്ട് വോം ആൻഡ് കൂൾ കളേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് എ വോം കളർ. സോ വോം പേസ്റ്റലാണിത്. ദിസ് ഇസ് എ വെരി ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ്. സോ വോം പേസ്റ്റലിന്റെ കൂടെ എപ്പോഴും ചേരുന്നത് ഈ ലൈറ്റ് ഗോൾഡ് ആണ്. ദാറ്റ് വിൽ ബി ദ പ്രിറ്റിയസ്റ്റ്. ഇതൊരു റൂളൊന്നും അല്ല. ഡിസൈനിങ്ങിൽ റൂൾ ഇല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യു ക്യാൻ ഡു എനിത്തിങ് യു വാണ്ട് ഓർ എനിത്തിങ് യു ലൈക്ക്, എനിത്തിങ് യു തിങ്ക് യു ക്യാൻ ക്യാരി. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ് ഈ വാം ഷെയ്ഡ്സ്, പേസ്റ്റൽ വാം ഷെയ്ഡ്സിൽ ലൈറ്റ് ഗോൾഡ് ഇസ് ദ പ്രിറ്റിയസ്റ്റ്. ഇനി ഞാനിത് സ്റ്റൈൽ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സാരി ഈസ് സിമ്പിൾ. സോ ഐ തോട്ട് ഒരു എന്താ പറയാ, കുറച്ച് ഗ്രാൻഡ് ഇയറിംഗ് ആണ് ഞാൻ ഇട്ടത്. ഇതൊരു അൺകട്ട് ഡയമണ്ട് ഇയറിംഗ് ആണ് വിത്ത് ടർമലിൻ സ്റ്റോൺ ഇൻ ദ സെന്റർ ആൻഡ് എ ടിയർ ഡ്രോപ്പ് ഹാങ്ങിങ്. ദിസ് ഐ ബോട്ട് ഫ്രം മലബാർ ഗോൾഡ് ലോങ് ബാക്ക്. സോ ഇതിന്റെ ഈ പിങ്ക് ഷെയ്ഡ് sort of goes with the peach, ഒരു darker version of peach പോലെ ഇത് തോന്നുന്നത്. And also ഈ uncut diamond goes with the light gold sequence we have on the sari. So this is how I styled, and I wanted to keep it simple, so I didn't want to wear a neck piece because I forgot to tell you about the blouse. ഇതൊരു V-neck blouse ആണ് and elbow length sleeve ഉള്ള with pad. Front neck is V and back is high. So I didn't want to wear a mala with it. Instead I wore a silver and gold watch on my right hand because you all know sari udukumbam left hand nammada kanathilla. So I wore this on my right hand. This is all. I kept it simple and I thought this was an elegant piece, so I didn't want to like overdo it. So this is how I designed the sari of mine.
സോ ദിസ് ഇസ് മൈ സെക്കൻഡ് സാരി. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ഇൻ കോൺട്രാസ്റ്റ് ടു ദി അതർ സാരി. ദിസ് ഇസ് കൂൾ കളർ. ഇറ്റ്സ് മിന്റ് ഗ്രീൻ. പക്ഷെ സെയിം ഫാബ്രിക് ആണ്. ഐ എം ഒബ്സെസ്ഡ് വിത്ത് ഓർഗൻസ ഫാബ്രിക് ദീസ് ഡേയ്സ്. അതുകൊണ്ട് തന്നെ എന്റെ ഈ സെക്കൻഡ് സാരിയും ഓർഗൻസ ഫാബ്രിക് ആണ്. പക്ഷെ എന്താ പറയാ, ഇതൊരു കൂൾ കളറാണ്. കൂൾ കളർ ആയതുകൊണ്ട് തന്നെ സിൽവർ ഇസ് ദ ബെസ്റ്റ്. കൂൾ കളർ അഗൈൻ പേസ്റ്റൽ ഷെയ്ഡ് ആണ്. സോ സിൽവർ ലുക്സ് എലഗന്റ് ആണ്. ഇത് ഞാൻ ഡിസൈൻ ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ്ലി ഐ ഫൗണ്ട് ദിസ് ഫാബ്രിക്. ഈ സിൽവർ സ്ട്രൈപ്പ് ഉള്ള ഫാബ്രിക് ഞാൻ കണ്ടു. ബട്ട് ദിസ് വാസ് എ തിൻ ചന്ദേരി ഫാബ്രിക്. So I was sure I couldn't make a blouse of it. But I fell in love with it. എനിക്ക് ബ്ലൗസ് ചെയ്യാനും പറ്റത്തില്ല. So I just grabbed about, like I always do, 1 meter ഞാൻ ഗ്രാബ് ചെയ്തു. I didn't know what to do with it. I just thought I'll keep it. അങ്ങനെ ഞാൻ എടുത്ത ഫാബ്രിക് ആണ് ഇത്. ഇത് ഞാൻ ഐ തിങ്ക് കോയമ്പത്തൂർ നള്ളിന്ന് എടുത്തിട്ടുള്ളതാണ്. ആൻഡ് അഗൈൻ ഞാൻ ബാംഗ്ലൂർ പോയ സമയത്ത് ഐ തോട്ട് ഐ ഗെറ്റ് ഇറ്റ് ഡൈഡ്. ഈ കളറിലുള്ള ഓർഗൻസ ഡൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ലൈക്ക് ഐ സെഡ്, ബ്ലൗസിന് ഇത് കൊടുക്കാൻ പറ്റില്ല ബിക്കോസ് ഇത് പിഞ്ചി പോകുന്ന ഫാബ്രിക് ആണ്. അധികം ലാസ്റ്റ് ചെയ്യുന്ന ഫാബ്രിക് അല്ല. സോ അതുകൊണ്ട് തന്നെ ഐ തോട്ട് വൈ നോട്ട് ഡു എ പല്ലു ഫോർ ഇറ്റ്. ഐ മീൻ പല്ലു വിത്ത് ഇറ്റ്. സോ ഇതെന്റെ ആ ഓർഗൻസ സാരിയിൽ ഞാൻ പല്ലു ആയിട്ട് കൊടുത്തേക്കുന്നതാണ് ഈ സ്ട്രൈപ്പ് ഫാബ്രിക്. ആൻഡ് ഇതിന്റെ വർക്ക് എന്ന് പറയാനായിട്ട്, ലൈക്ക് ഐ സെഡ്, ഇറ്റ്സ് സിൽവർ. ആൻഡ് വിത്ത് ഓർഗൻസ ഐ ഫീൽ സ്കാലപ്സ് ആർ ദ ബെസ്റ്റ്. അപ്പൊ ഇതിലും ചെറിയ സ്കാലപ്സ് ഉണ്ട്, but like tiny ones, and it comes with a design. So you can see കുറച്ച് പൂക്കളുണ്ട്. ഇതിൽ കുറെ എലിമെന്റ്സ് വന്നിട്ടുണ്ട്. സീക്വൻസ് ഉണ്ട്, ബീഡ്സ് ഉണ്ട്, സറി ത്രെഡ് ഉണ്ട്, ആൻഡ് ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് സീക്വൻസ് ആൻഡ് ബ്ലിങ് സീക്വൻസ്, മാറ്റ് സീക്വൻസ്, അങ്ങനെ പല 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 എലിമെന്റ്സ് വെച്ചിട്ട് ഞാൻ ഈ ഡിസൈൻ ഉണ്ടാക്കിയെടുത്തതാണ്. ആൻഡ് ദിസ് ഗോസ് ഓൾ അറൌണ്ട്. ആൻഡ് പല്ലുവിലേക്കും ഈ വർക്ക് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്. സോ ദിസ് ഇസ് ദ പല്ലു ഓഫ് ഇറ്റ്. ആൻഡ് ലൈക്ക് ഐ സെഡ്, എനിക്ക് ഈ തുണി ഇഷ്ടമായിരുന്നു. ആൻഡ് പല്ലുവിൽ നമുക്ക് 80 centimeters മതി. സോ ഐ ഹാഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ദ ഫാബ്രിക് എക്സ്ട്രാ. സോ ഐ തോട്ട് വൈ നോട്ട് ഇൻകോർപ്പറേറ്റ് ഇറ്റ് ഇൻ ഓൺ മൈ ബ്ലൗസ് ഓൾസോ. സോ ദിസ് ഇസ് മൈ ബ്ലൗസ്. ദിസ് ഇസ് ദ ബാക്ക് സൈഡ് ഓഫ് ദ ബ്ലൗസ്. ആൻഡ് ഓർഗൻസ സാരി എടുക്കുമ്പം ട്രൈ നോട്ട് ടു ഹാവ് എൻ ഓർഗൻസ ബ്ലൗസ് ബിക്കോസ് ഇറ്റ് മൈറ്റ് നോട്ട് ലാസ്റ്റ് ആസ് എനി അതർ ഫാബ്രിക്. സോ ഞാനിത് ഡൈ ചെയ്ത സമയത്ത് ഞാൻ ബ്ലൗസ് ഇതിന് ടസർ സിൽക്കാണ് ഡൈ ചെയ്തത്. ഇത് ഒരുമിച്ച് ഡൈ ചെയ്തെടുത്തതാണ്. 1 meter of tussar and 4.8 meters of organza for the sari. So ഇതിൽ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബാക്കി വരുന്ന തുണി ഞാൻ ബാക്കിൽ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് പോലെ കൊടുത്തു. ആൻഡ് അത് ഞാൻ അഗൈൻ സ്കാലപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞു. ആൻഡ് ബാക്കി ആ സാരിയുടെ ബോർഡറിൽ വരുന്ന ആ ഡിസൈൻ തന്നെ ആ സ്കാലപ്സിന്റെ അറ്റത്ത് കൊടുത്തു. ആൻഡ് ഓഫ് കോഴ്സ് സ്ലീവിന്റെ അറ്റത്തും ആ ഡിസൈൻ കൊടുത്തു. പക്ഷേ ലൈക്ക് ഐ സെഡ്, ഈ ടസറിൽ നമുക്ക് ഒരുപാട് സ്കാലപ്സ് ചെയ്യാൻ പറ്റില്ല. സോ ഐ കെപ്റ്റ് ഇറ്റ് ഇൻടാക്ട്. അങ്ങനെ ഒരു ഡിസൈൻ പോലെ തന്നെ അത് വെച്ചു. സോ ദിസ് ഇസ് ദ ഹൈലൈറ്റ് ഓഫ് ദിസ് ബ്ലൗസ്. ഈ ബാക്ക് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. സോ ഇഫ് യു ടൈ അപ്പ് യുവർ ഹെയർ ഓൺ ഓൾ ദാറ്റ്, ഇറ്റ് ലുക്ക് സോ എലിഗന്റ് ഫ്രം ദ ബാക്ക് ആൻഡ് ഫ്രണ്ട് ഓഫ് കോഴ്സ്. സോ ഇതിന്റെയും അഗൈൻ വീനെക്ക് ആണ്. പാഡഡ് ബ്ലൗസ് ആണ്, വീനെക്ക് ആണ് കൊടുത്തേക്കുന്നത്. 3/4 sleeves ആണ്. ആൻഡ് ഇത് ഞാൻ സ്റ്റൈൽ ചെയ്തത്, ഒബ്വിയസ്ലി നമുക്ക് സിൽവർ ജ്വല്ലറി വേണം. യു കെൻ ഓൾസോ വെയർ ഡയമണ്ട്സ് വിത്ത് ഇറ്റ്. But I wore this. This is a pure silver necklace with a rhodium plating. ഇത് എന്റെ അമ്മയുടെയാണ്. പഴയ ഒരു കളക്ഷൻ ആണ്. I think she got it from Bombay long ago. So this is the necklace, pure silver with rhodium plating. And ഇതിന്റെ സെറ്റ് ആയിട്ടുള്ള ഇയറിംഗ് ആണിത്. I wore this. And I wore a simple bangle. Again silver with rhodium plating. So this is what I wore with these. So yeah, I'll show you a few pictures of how I styled it and all that. Yeah. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത എന്റെ സാരി ഡിസൈനിങ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഓൾസോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കുറച്ച് സാരി ഡിസൈനിങ് ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊന്നും ഫാഷനിൽ ഒരു റൂളായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ നമുക്ക് എന്താ പറയാ നമ്മളെ സാരി ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ക്യാരി ചെയ്യാം. അതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സസ് ആണ്, പേഴ്സണൽ പ്രിഫറൻസസ് ആണ്. പക്ഷെ ഇങ്ങനെ ഞാൻ ചെയ്ത് നോക്കുമ്പോഴൊക്കെ അത്യാവശ്യം എനിക്ക് കോംപ്ലിമെന്റ്സ് കിട്ടാറുണ്ട്. ആൻഡ് പീപ്പിൾ ഡു അപ്രീഷിയേറ്റ് മൈ വർക്ക് സംടൈംസ്. സോ അപ്പൊ എനിക്ക് തോന്നി ഇത് ആക്ച്വലി അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. എനിക്ക് എപ്പോഴും വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. സോ ഐ തിങ്ക് നിങ്ങൾ ഇനി നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ സാരി ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ടിപ്സ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് കീപ് ഇൻ മൈൻഡ്, നെവർ ലുക്ക് ഫോർ ദ പെർഫെക്റ്റ് സാരി. ജസ്റ്റ് grab small elements that you want to have on your sari. കുഞ്ഞു elements ഇങ്ങനെ കളക്ട് ചെയ്ത് ഫൈനലി അതൊരു സാരി ആയിട്ട് വരുമ്പം it will be beautiful. Trust me on that. So ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ please do let me know, and also let me know which one of these sarees did you like, and do keep supporting me. Until I see you all next time, do like, share, comment and subscribe to my channel. Take care and bye.